അപ്പോൾ നമ്മൾ സൈറ്റിലെത്താനായിട്ടുണ്ട്. അപ്പോൾ സൈറ്റിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് നമ്മളെ ലേബർമാരുള്ള വീടൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ലേബർമാരുടെ വീട്. അപ്പോൾ പാർട്ടി നമുക്ക് വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ വരുന്ന വഴിയിലുണ്ട് ലേബർമാർ, അവരെ കൂട്ടിയിട്ട് വരും. അപ്പോൾ അവരെ ലൊക്കേഷൻ വിട്ടുതന്നിട്ട് അങ്ങനെ ലേബർമാരെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബർമാർക്ക് പിന്നെ തെലുങ്ക് അറിയുള്ളൂ, ഹിന്ദി അറിയില്ല. നമുക്ക് ഹിന്ദി എന്തെങ്കിലുമൊക്കെ അറിയുള്ളൂ, തെലുങ്ക് നമുക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഏതായാലും 5-6 പണിക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ അയച്ചു കൊടുത്തേക്കണം. മറ്റേത് എല്ലാവരും വണ്ടിൻ്റെ ഉള്ളിൽ കയറ്റിയെടുത്താൽ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് കഴിയില്ല, ബെഡും കാര്യങ്ങളൊക്കെ കിടപ്പാവും. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം അയച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഇരുന്നോളൂ. ചെടിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനിപ്പോൾ സൈറ്റിലേക്ക് എത്തിയിട്ട് ഇറക്കി തീരണം. എപ്പോൾ തീരും, ഇന്ന് തീരോ നാളത്തെ തോക്കോ ഒരു ഐഡിയ ഇല്ല. അതല്ല, ഫുള്ള് മലകളാണ്, ചുറ്റുഭാഗം മലകൾ. മലമ്പ്രദേശം എന്ന് പറയണത് എന്തൊക്കെയാണ്? ഈ വീടിൻ്റെ ബാക്കിലൊക്കെ മലകളാണ്. അപ്പോൾ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഈ പൈപ്പിലുള്ളത്. അപ്പോൾ നമ്മൾ ടാങ്കിൽ കുറച്ച് കുടിക്കാൻ പിടിച്ചാണ്. അതാ കഴിഞ്ഞാൽ ഇവിടെ ഊരിയാണത്, ഇവിടെ ഊരിയതാണ്. അവിടെ ജോയിൻ്റ് ഊരിയതാ. മലവെള്ളമാണ്, മലവെള്ളം. നല്ല തണുപ്പുണ്ട് വെള്ളം. മലവെള്ളമല്ല, മലവെള്ളം, മലവെള്ളം, മലവെള്ളം. ചുറ്റുഭാഗം മലയല്ലേ, ഏതെങ്കിലുമൊക്കെ ഒരു മലയിൽ നിന്ന് വരുന്ന അയക്കാറ്. പോയി പറഞ്ഞേ നിറച്ചൊരു കാണുക. അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ അൺലോഡിങ് എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പഞ്ചായത്ത് തലത്തിൽ കൊടുക്കുന്നതാണ്. ഒരു വീട്ടിക്ക് 450 പീസ്, 450 തൈകൾ എന്ന നിലക്കാണ് കൊടുക്കേണ്ടത്. സർക്കാർ തലത്തിൽ ഗവൺമെൻറ്റിൻ്റെ തൈ വിതരണമാണ്. അപ്പോൾ ഓരോ വീട്ടിൽ 450 പീസ് വെച്ച് അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇറക്കുക. അപ്പോൾ അതിൻ്റെ അടിപൊളി മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ വീടിന് 450 പീസ് വെച്ച് കൊടുത്ത് ഇന്ന് ഇറക്കി തീരും തോന്നണില്ലത്. അവരും പറയുന്നുണ്ട് മഴ ആയതുകൊണ്ട് ഇന്ന് തീരാൻ ചാൻസ് ഇല്ല, നാളേക്ക് വെക്കുക, നാളെ തീരുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇനി എത്ര സ്ഥലത്ത് പോകേണ്ടി വരും എന്നുള്ളത് അറിയില്ല. ഒരു 1.5-2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ട് കൊടുക്കായിരിക്കും എന്നാണ് പറഞ്ഞത് ഇത് സാധനം. അപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ള വീടുകൾക്ക് കൊടുക്കും 450 പീസ് വെച്ചിട്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത്, അങ്ങനെയാണ് സംഗതി. എന്തായാലും നമുക്ക് വിശാലാണ്. ഈനേറുണ്ടല്ലോ, അടിപൊളിയാണ്, നല്ല നെൽപ്പാട കൃഷിയാണ്. മഴയും പെയ്യുണ്ട്. ഇനി മഴ കൊള്ളാനാവില്ല, നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കാം. ഓരോ ലോഡ് ഇറക്കട്ടെ. അപ്പോൾ 4ാമത്തെ പോയിന്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ പണിക്കാരെ വീട് കാണിച്ചിരുന്നില്ലേ, അവിടെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് കുറേ ഉണ്ട്, പകുതി പോലെ ആയിട്ടില്ല കേട്ടോ. ഓരോരുത്തർക്കുള്ളത് ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കണം. ഇതൊന്ന്, അതൊന്ന്, അതിൻ്റെ അപ്പുറത്ത് ഒന്ന്, അങ്ങനെ ഓരോ ആൾക്കാർ വാങ്ങിയത് കൂട്ടി വെച്ചാണ് ഓരോ വീട്ടിലേക്കുള്ളത്. അറിയാം, യുദ്ധത്തിനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നലെ ലോഡ് ഇറക്കി തീർന്നില്ല. ഇന്നലെ 6 പോയിന്റിലാണ് ലോഡ് ഇറക്കിയത്. ഇതാണിപ്പോൾ ഇന്ന് രാവിലെ 8 മണി 8:30 ആയിട്ടോ. ഇന്നിപ്പോൾ ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അടുത്ത പോയിന്റ് 7ാമത്തെ പോയിന്റിലെത്തിയിട്ടുണ്ട്. ചെടികളിങ്ങനെ വാങ്ങിയിട്ട് അവിടെ ഇതാ ഓരോ ടീമിൻ്റെ ചെടികളാണ് കൂട്ടി വെച്ചിട്ടുള്ളത്. ചെറിയ കുട്ടികളൊക്കെ വന്ന് ഉണ്ട്. ഒക്കെ മേൽഭാഗത്തൊക്കെ കുറക്കൊക്കെയാണ് വീടുള്ളത് കേട്ടോ. റോഡ് സൈഡിലൊന്നും കാണാനില്ല.
ആ ഭാഗത്തൊക്കെ ഉണ്ട്, ഈ മലൻ്റെ ആ ഭാഗത്തൊക്കെ അവിടെ നടവഴിയൊക്കെ കാണാണ്ട്, വീടുകൾ കാണുന്നില്ല. ചെമ്പും പാത്രവും ബക്കറ്റും ഒക്കെ ഉണ്ട്. നമ്മളെ വണ്ടിൻ്റെ അവസ്ഥയാണ് വളരെ ശോചനീയാവസ്ഥയാണ്. കുറേത്തെ മണ്ണടിക്കുന്ന വണ്ടി പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് ചെയ്യാതെ ഒന്നിനും നടക്കില്ല അത്. വണ്ടിൻ്റെ സർവീസ് ചെയ്താലേ നമുക്ക് വേറെ റോഡ് കയറ്റാൻ പറ്റുള്ളൂ. ഇവിടുന്ന് തിരിച്ചു ചെടിൻ്റെ ലോഡ് ആകലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് കിട്ടുകയാണെങ്കിൽ തിരിച്ച് അതുകൂടി കൊണ്ടുപോയിട്ട് വണ്ടി സർവീസ് ചെയ്യണം നല്ലത്. പിന്നെ പണിക്കാർ ഓരോരോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ, ഈ പുല്ലിൻ്റെ അടിയിൽ ഈ ചെടികൾ കൊണ്ടുവച്ചത് കാണുന്നത് ആ കറുത്ത കവറിൻ്റെയും കാണും, അല്ലെങ്കിൽ കാണൂല. നമ്മളെ തൈ വിതരണേ അവസാന ഘട്ടത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഉള്ളു, ഇത്രയും കൂടെ ഉള്ളു. 1-2 സൈറ്റും കൂടി ഉണ്ടാവും. ഇവിടെ വാങ്ങിയതൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇതായി കാട്ടിൽ ചെടിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടില്ല. അത് കണ്ടില്ലേ, വേറെ ഇങ്ങനെ റൗണ്ട് കാണണം. അതാണ് ഇവിടെ ഒക്കെ ഉണ്ട്. അതാ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചിരിക്കണം, വാടാതെ ഇരിക്കാനും എന്താ അറിയില്ല കേട്ടോ. ഇതൊക്കെ കൊട്ടിൽ മാറ്റി വെച്ചിരിക്കണം. ആൾക്കാരിങ്ങനെ പാത്രം കൊണ്ട് വരുന്നുണ്ട് കൊണ്ടുപോകാൻ. നേരം 3:30 മണി ആയിട്ടുണ്ട്. ഇരുട്ടാകുമ്പോഴത്തേനൊക്കെ തീരുമെന്ന് കരുതുക. അപ്പോൾ സമയം 5:15 തുടങ്ങിയല്ല, 5:15. അവിടെ അങ്ങനെ ഇരുട്ടായിട്ടോ. 5:30 ആകുമ്പോഴത്തേന് തന്നെ ഇരുട്ടാവുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇറക്കിൻ്റെ പണിക്കാർ 5 മണി വരെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ ഇറങ്ങിപ്പോയി. ഇപ്പോൾ വേറെ പണിക്കാരെ വിളിച്ച് ഇറക്കാണ്. അപ്പോൾ ഈ കണ്ടതാണ് മരം കേട്ടോ. ഈ മരങ്ങളുണ്ടല്ലോ, ഈ വലിയ മരങ്ങൾ, അതിൻ്റെ തൈകളാണ്. അതൊക്കെ ഫുള്ളതാണ്. നമ്മളെ കാറ്റടി മരത്തിനൊക്കെ പോലുള്ള മരങ്ങളാണ്. വിട്ടാൽ തീർന്ന് കിട്ടിയാൽ തിരക്കടില്ല. വിട്ടാൽ തന്നെ കുറേ പണിയുണ്ട്. വണ്ടിയിലെ മണ്ണ് നീക്കണമെങ്കിൽ തന്നെ കുറേ സമയം വേണം. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി തീർന്നിട്ടുണ്ട്. നിറച്ചും മണ്ണാണ് ബോഡിയിൽ. അപ്പോൾ നമ്മൾ പണിക്കാർ ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. മണ്ണുകൾ കുറച്ചിട്ടേ ഒരു ലോഡ് മണ്ണുണ്ട്. മണ്ണ് അല്ലേ, ഒരുപാട് മടക്കം മണ്ണാണ്. ഡോറിൻ്റെ ഒക്കെ ഒരവസ്ഥ. ഡോറൊക്കെ നിറച്ച് മണ്ണാണ്. തൽക്കാലം തട്ടിക്കൂട്ട് ക്ലിയർ ആക്കല്, ബാക്കി നമ്മൾ പിന്നെ നോക്കേണ്ടി വരും. നമ്മളപ്പോൾ രാജമഹേന്ദ്രവാരം, രാജമുദ്ര എന്നൊക്കെ പറയും, അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ലക്കി റെഡ് ലൈൻസിലാണ് നമ്മളെ ഓഫീസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് അവിടെ കുറച്ച് മുമ്പിലാണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്പർ ചെയ്തൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെ ഇവിടുന്ന് ലോഡാകണം, ലോഡ് കുറവാണെന്ന് പറഞ്ഞു. ഇനി എത്ര ദിവസം നിൽക്കേണ്ടി വരും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് പേരാണ് രസം, പോയിസൺ എന്ന് പറഞ്ഞപ്പോൾ വിഷമല്ലേ, എന്തോ
അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ളതാണ് നമ്മളെ പാർക്കിങ് വരുന്നത്. ഞങ്ങൾക്ക് അവിടെ മൈസൂരിൽ നിന്ന് 2 വണ്ടിക്ക് ഒരുമിച്ച് ലോഡായിരുന്നു തിങ്കളാഴ്ച. അപ്പോൾ ആ വണ്ടി ഇവിടെ ഉണ്ട്. അവരിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ലോഡ് ഇറക്കിയിട്ട്. അവരിങ്ങോട്ട് രാജമുദ്ര ഇവിടെ തന്നെയാണ് ലോഡ് വന്നിരുന്നത്. നമ്മളിവിടുന്ന് 200 ചില്ലറ കിലോമീറ്റർ പോയിട്ട് നമുക്ക് ലോഡ് ഇറക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് കാലി ഓടി വന്നതാണ് ഇങ്ങോട്ട്. വണ്ടി അതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് പാർക്കിങ്. ഓരോ വണ്ടി അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെ വണ്ടി അത് അപ്പുറത്തുണ്ട്. നിറയെ വണ്ടിയുണ്ട്. ഒക്കെ ടീൻ വണ്ടികളാണ് കൂടുതൽ. അണ്ണാകാടി ആണ് കൂടുതലുള്ളത്. നമ്മൾ വണ്ടി കൂടെ സൈഡാക്കിയിട്ടുണ്ട്. ഇതാണ് അബോക്കാൻ്റെ വണ്ടീൻ്റെ ഉള്ളിലുള്ളതാണ്. ഇവിടെ കേരള വണ്ടി വേറെ ഒന്നുണ്ട്. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച, ഇന്നലെ ഉച്ചക്ക് ആണ് നമ്മളിവിടെ എത്തിയത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയി. അപ്പോൾ കുറേ വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. അണ്ണൻ വണ്ടികൾ ഒക്കെ പോയിട്ടുണ്ട് കുറേയൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ അബോക്കാൻ്റെ വണ്ടീൻ്റെ അടുത്ത് ഗ്യാപ്പ് ഇട്ടിപ്പോൾ നമ്മൾ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട് വണ്ടി. ഇവിടുത്തെ ലോഡിൻ്റെ ഒക്കെ പ്രത്യേകത വൈകുന്നേരമാണ് ലോഡാവുക. ഇന്നൊക്കെയുള്ള ലോഡ് ഇന്നലെ വൈകിട്ടാവും. അപ്പോൾ ഇനി നാളേക്കുള്ള ലോഡ് ഇന്ന് വൈകുന്നേരം വരും. നമ്മൾ അബോക്കാൻ്റെ വണ്ടീൻ്റെ അടുത്തേക്ക് ഗ്യാപ്പ് ഇട്ടിയപ്പോൾ നമ്മളെ കാക്കാൻ്റെ പരിചയക്കാരനാണ് അബോക്ക. കാക്കാൻ്റെ കൂടെ ഈ വണ്ടിയിലൊക്കെ പോയിട്ടുണ്ട്. അത് മൂപ്പര വണ്ടീൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ ലോഡ്, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.